അത് 1995 പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമത്തിൻ്റെ ചട്ടങ്ങളാണ്. ചട്ടം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നിയമം എന്ന് പറഞ്ഞാൽ അതിനെ സബ്സ്റ്റാൻറ്റീവ് ലോ എന്നാണ് പറയുന്നത്. ചട്ടമാണ് അതിൻ്റെ പ്രൊസീജിയർ ലോ എന്ന് പറഞ്ഞാൽ നടപടിക്രമം പറയുന്നത് ഏതിലാണ്? ചട്ടത്തിലാണ്. എങ്ങനെ നിയമം നടപ്പാക്കാം എന്നതിനെക്കുറിച്ചാണ് ചട്ടം പറയുന്നത്. ഓക്കെ, അപ്പോൾ 14-ാമത്തെ ചട്ടം പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേകിച്ചുള്ള ഉത്തരവാദിത്വങ്ങൾ. അപ്പോൾ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യണം, ഈ നിയമം നടപ്പാക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്വമായിട്ട് എന്ത് ചെയ്യണം, ഡ്യൂട്ടി എന്ത് ചെയ്യണം. സംസ്ഥാന സർക്കാർ വാർഷിക ബഡ്ജറ്റിൽ ആവശ്യമായ വ്യവസ്ഥകൾ അതിക്രമങ്ങൾക്ക് ഇരയാകുന്നവർക്ക് ആശ്വാസവും പുനരധിവാസ നടപടികളും നൽകുന്നതിനായി വകയിരുത്തേണ്ടതും അതോടൊപ്പം യുക്തമായ പദ്ധതികൾ അതിക്രമങ്ങൾക്കിരയായവർക്കും സാക്ഷികൾക്കും നീതി ഉറപ്പാക്കുന്നതിനായി നിയമത്തിലെ 4A അധ്യായത്തിലെ വകുപ്പ് 15A വകുപ്പ് 11 പ്രകാരം തയ്യാറാക്കേണ്ടതുമാണ്. അപ്പോൾ എന്ത് മനസ്സിലായി? ഇതിനകത്ത് 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അധ്യായം 4A. അധ്യായം 4A മോഡി ഗവൺമെൻറ് കൂട്ടിച്ചേർത്തതാണ്. 15A അതും മോഡി ഗവൺമെൻറ് കൂട്ടിച്ചേർത്താം. 11. ഇപ്പം 4Aയും 15Aയും 11 വകുപ്പുകളും കൃത്യമായി അറിയണം. ആ വകുപ്പ് നടപ്പാക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞത്. അതിന് പ്രത്യേകമായ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ വാർഷിക ബജറ്റിൽ ആവശ്യമായ വ്യവസ്ഥകൾ അതിക്രമത്തിനിരയാകുന്നവർക്ക് ആശ്വാസവും പുനരധിവാസ നടപടികളും നൽകുന്നതിനായി വകയിരുത്തണം. ഇപ്പം എന്താ പറഞ്ഞത്? വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ പട്ടികജാതി വർഗ വിഭാഗങ്ങൾക്ക് അതിക്രമത്തിനിരയായവർക്ക് ആശ്വാസം പകരുന്നതിന് വേണ്ടി പ്രത്യേക ബഡ്ജറ്റിൽ പണം വകയിരുത്തണം. ഇപ്പം SC/ST ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. കേരള നിയമസഭയിൽ വകുപ്പ് മന്ത്രി പറഞ്ഞു, റോഡിന് പണം അനുവദിച്ചാൽ റോഡ് പട്ടികജാതിക്കാരും കൂടിയാണ് ഉപയോഗിക്കുന്നത്, ആശുപത്രിക്ക് പണം അനുവദിച്ചാൽ പട്ടികജാതിക്കാരും കൂടിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് SC ഫണ്ട് വെട്ടിക്കുറച്ചതിൽ കുഴപ്പമില്ല എന്നതാണ് വകുപ്പ് മന്ത്രി പറഞ്ഞത്. അപ്പോൾ ഇത്തിരി കഴിയുമ്പോഴേക്കും വകുപ്പ് മന്ത്രി പറയും, പട്ടികജാതിക്കാർക്ക് ഒരു പൈസ പോലും അനുവദിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പൊതു ഫണ്ട് പട്ടികജാതിക്കാരും കൂടി ഉപയോഗിക്കുന്നതാണ്. എങ്ങനെയുണ്ട്? അതാണോ സത്യം? എന്താണ്? പട്ടികജാതി വിഭാഗങ്ങൾക്ക്, പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 8% സംവരണം പട്ടികജാതിക്കാർക്കും 2% സംവരണം പട്ടികവർഗക്കാർക്കും അനുവദിക്കുന്നത് ഭരണഘടനാ പരിരക്ഷയുടെ പേരിലാണ്. അതുപോലെ തന്നെ ബഡ്ജറ്റിൽ 10% തുക മാറ്റിവെക്കണമെന്നതാണ് ഭരണഘടനയിലെ തത്വം. ഭരണഘടന അങ്ങനെ എക്സ്പ്രസ്സായി പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എങ്കിലും പട്ടികവർഗ വിഹിതവുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റിൽ നാളിതുവരെ ഒരു ഗവൺമെൻറ്റും 10% തുക അനുവദിച്ചിട്ടില്ല. ബഡ്ജറ്റ് അവലോകനം ചെയ്തിട്ട് 10% തുക വേണമെന്ന് ആരും ക്ലെയിം ചെയ്തിട്ടില്ല. ഞാൻ കഴിഞ്ഞ തവണ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഞാൻ മലപ്പുറത്ത് പത്രസമ്മേളനം നടത്തിയതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അങ്ങനെ ബഡ്ജറ്ററി പ്രൊവിഷൻസ്, ബഡ്ജറ്റിൽ എത്ര രൂപ അനുവദിച്ചിട്ടുണ്ട്, മൊത്തം ബഡ്ജറ്റിൽ എത്ര തുകയുണ്ട്, അത് പട്ടികജാതിക്കാർക്ക് എത്ര ശതമാനമാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്, എത്ര ശതമാനം കുറവുണ്ട്, പട്ടികവർഗക്കാർക്ക് എത്ര ശതമാനം കുറവ് വന്നിട്ടുണ്ട്, ദളിത് ക്രൈസ്തവർക്ക് ബഡ്ജറ്റിൽ എത്ര ശതമാനം കുറവ് വന്നിട്ടുണ്ട് എന്നൊക്കെ വിശദമായി അന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാ വർഷവും ഏപ്രിൽ 12 ഹൈക്കോടതി അങ്ങ് അടയ്ക്കുമല്ലോ. അപ്പോൾ ഏപ്രിൽ 12 ശേഷമാണ് ഈ ബഡ്ജറ്റ് എടുത്ത് പഠിക്കുന്നത്. അതുപോലെ ബഡ്ജറ്റ് ചർച്ച ചെയ്യാൻ പ്രാപ്തരായ ഒരു തലമുറയും
പട്ടികജാതി വർഗ വിഭാഗത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. SC/ST ആക്ട് ചർച്ച ചെയ്യുന്ന ആൾക്കാർ ഇപ്പം നിലവിലില്ല. ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, എന്നിട്ടല്ലേ ചർച്ച ചെയ്യാൻ പോകും. ഓക്കെ, ഇപ്പോൾ 2 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, അതിക്രമങ്ങൾക്കിരയായവർക്ക് ആവശ്യമായ തുക അനുവദിക്കുന്നതിന് വേണ്ടി വാർഷിക ബഡ്ജറ്റിൽ സംസ്ഥാന ഗവൺമെൻറ് പ്രത്യേകം പണം നീക്കിവെക്കേണ്ടതാണ്. ആശ്വാസവും പുനരധിവാസവും മറ്റു തുടർ നടപടികളും ആ പണത്തിൽ നിന്ന് ചെയ്യേണ്ടതാണ്. അടുത്തത്, ഒരു വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും സംസ്ഥാന സർക്കാർ, അതായത് ജനുവരി മാസത്തിലും ജൂലൈ മാസത്തിലും പ്രത്യേക സർക്കാർ അഭിഭാഷകന്റെ ജോലികളും പ്രത്യേക കോടതിയിലെ സർക്കാർ അഭിഭാഷകന്റെ ജോലികളും വകുപ്പ് 15 കീഴിലെ ഉപവകുപ്പിൽ പറഞ്ഞിട്ടുള്ള രീതിയിൽ വിലയിരുത്തേണ്ടതാണ്. അപ്പോൾ നിലവിൽ പട്ടികജാതി വർഗ പീഡന നിരോധന നിയമത്തിൻ്റെ ട്രയൽ നടത്തുന്നതിന് വേണ്ടി എല്ലാ ജില്ലകളിലും പ്രത്യേകം കോടതികൾ നിലവിലുണ്ട്. അതിനെ നമ്മൾ എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ കോർട്ട് എന്ന് പറയും. അവിടെ പട്ടികജാതി വർഗ വിഭാഗങ്ങളുടെ കേസുകൾ സർക്കാർ ഭാഗം നടത്തുന്നതിന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വയ്ക്കാൻ നിയമമുണ്ട്, അങ്ങനെ വയ്ക്കുന്നുണ്ട്. അങ്ങനെ നിയമിതനായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ പ്രവർത്തനത്തെ വിലയിരുത്തണം. അതിൻ്റെ റിപ്പോർട്ട്, അന്വേഷണ പുരോഗതി, അതിക്രമം തടയാൻ ഗവൺമെൻറ് സ്വീകരിച്ച നടപടികൾ, ആശ്വാസം നൽകിയിട്ടുണ്ടോ ഇല്ലയോ, അങ്ങനെ ആശ്വാസം നൽകിയിട്ടുണ്ടെങ്കിൽ അത് പര്യാപ്തമാണോ, ഇതെല്ലാം ജില്ലാ മജിസ്ട്രേറ്റും സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റും പോലീസ് സൂപ്രണ്ടും തുടങ്ങിയവർ പരിശോധിക്കേണ്ടതും പുനരധിവാസ പദ്ധതികളും പുനരുദ്ധാരണ പദ്ധതികളും നടപ്പിൽ വരുത്തുകയും വേണം. ഇതാണ് SC/ST ആക്ടിലെ 1995 ചട്ടം 14 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഏട്ടിലെ പശു പുല്ല് തിന്നാറില്ല, ജീവനുള്ള പശുവെ പുല്ല് തിന്നുള്ളൂ. അതുകൊണ്ട് പുസ്തകത്തിൽ നിയമം ഉണ്ടെന്ന് വിചാരിച്ച് നടപ്പാവത്തില്ല. നടപ്പാകണമെങ്കിൽ നിയമം അറിയാവുന്നവർ ഈ നടപ്പാക്കുന്ന സ്ഥലങ്ങളിൽ ഇടപെടേണ്ടതുണ്ട്. ഓക്കെ, അടുത്തത് 15. യാദൃച്ഛികമായുള്ള സംഭവങ്ങൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂട്ടിയുള്ള കരുതൽ ഉണ്ടായിരിക്കണം. അപ്പോൾ യാദൃച്ഛികമായ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ, പ്രീ പ്ലാൻഡ് അല്ലാത്ത സംഭവങ്ങൾ ഉണ്ടായാൽ അത് തടയുന്നതിന് വേണ്ടി സർക്കാർ മുൻകൂട്ടി തയ്യാറെടുക്കണം. സംസ്ഥാന സർക്കാർ ഒരു മുൻകരുതൽ പദ്ധതി രൂപീകരിച്ച് ഫലപ്രദമായി നടപ്പാക്കുന്നതിലേക്കായി സംവിധാനം ചെയ്ത നിയമത്തിലെ വകുപ്പിൽ പറയുന്ന നിബന്ധനകൾ പ്രകാരം സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യേണ്ടതാണ്. സർക്കാരിൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് നമ്മൾ പറയുന്നത് ഗസറ്റ്. ഇപ്പം ഗസറ്റെല്ലാം ഓൺലൈനിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഗസറ്റ് ഇപ്പം പ്രസിദ്ധീകരിക്കുന്നില്ല, ഓൺലൈൻ ഗസറ്റാണുള്ളത്. അങ്ങനെ ഓൺലൈൻ ഗസറ്റിലെ വിജ്ഞാപനങ്ങൾ ചെയ്യണം. എന്താണ് പട്ടികജാതി വർഗ വിഭാഗങ്ങൾക്ക് ആകസ്മികമായൊരു പ്രശ്നമുണ്ടായാൽ അത് നേരിടുന്നതിന് വേണ്ടി സർക്കാർ എന്തെല്ലാം പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്ന് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ആൾക്കാർ പറയും, ഞങ്ങളാരും ഗസറ്റ് വായിക്കുന്നവരല്ല. ഗസറ്റ് വായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗസറ്റിൽ പബ്ലിഷ് ചെയ്താൽ നമ്മൾ അറിയണം, അറിഞ്ഞേ പറ്റൂ. സർക്കാരിന് ഗസറ്റ് പബ്ലിഷ് ചെയ്യാനല്ലാതെ നോട്ടീസ് അടിച്ച് ഒരു വീട്ടിൽ കൊണ്ടുതരാനൊന്നും പറ്റത്തില്ല. അപ്പം ഗസറ്റിൽ പബ്ലിഷ് ചെയ്താൽ നമ്മൾ അറിയാൻ നിർബന്ധിതരാണ്. അങ്ങനെ ഫലപ്രദമായി നടപ്പാക്കുന്ന സംവിധാനം നിയമത്തിൻ്റെ വകുപ്പിൽ പറയുന്ന നിബന്ധനകൾ പ്രകാരം സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ഗസറ്റിൽ ചെയ്യേണ്ടതാണ്. അതിൽ വിവിധ വകുപ്പുകളുടെ ഉത്തരവാദിത്തങ്ങളും പങ്കും വിശദീകരിക്കുകയും വേണം. ഇപ്പോൾ പട്ടികജാതി വർഗ വകുപ്പ് ആണ് പട്ടികജാതിക്കാരെ സംരക്ഷിക്കേണ്ടത്. യെസ്, പക്ഷെ ഒരു ക്രൈം ഉണ്ടായാൽ ആരാ സംരക്ഷിക്കേണ്ടത്? പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് സംരക്ഷിക്കേണ്ടത്. ഭൂമിയിൽ പുനരധിവാസം പാക്കേജ് തന്നെ നടപ്പാക്കണമെങ്കിൽ ആര് വേണം? റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വേണം. ഇതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ ആര് വേണം? പഞ്ചായത്ത് വേണം.
അപ്പോൾ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ആകസ്മികമായി ഒരു വിഷയമുണ്ടായാൽ, പീഡനമുണ്ടായാൽ പട്ടികജാതി വകുപ്പുകാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വിവിധ വകുപ്പുകളുടെ ഉത്തരവാദിത്വങ്ങളും പങ്കും വിശദീകരിക്കുകയും അത് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും വേണം. അടുത്തത്, അവരുടെ വിവിധ തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പങ്കും ഉത്തരവാദിത്തങ്ങളും അല്ലെങ്കിൽ ഗ്രാമ, നഗര, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സർക്കാർ ഇതര സംഘടനകൾ എന്നിവരുടെ പങ്കാളിത്തവും കൂടാതെ താഴെ പറയുന്ന ആശ്വാസ പദ്ധതികളും ഉൾപ്പെടുത്തണം. അപ്പോൾ ഗ്രാമത്തിൽ എന്ത് ചെയ്യണം, നഗരപ്രദേശങ്ങളിൽ, മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചും എന്ത് ചെയ്യണം, പ്രത്യേകം നിർദ്ദേശങ്ങൾ ഉണ്ടാക്കണം. മാത്രമല്ല സർക്കാർ സംഘടനകളെയും സർക്കാർ ഇതര സംഘടനകളുടെയും പങ്കാളിത്തവും ഇതിൽ ക്ഷണിക്കണം. 1. ഉടനടി ആശ്വാസം നൽകുന്നതിലേക്കായി പണമോ വസ്തുക്കളോ രണ്ടും കൂടിയോ നൽകുന്ന പദ്ധതി സംസ്ഥാന സർക്കാർ തയ്യാറാക്കണം. ഉടനടി ആശ്വാസം വേണം, അതിന് പണം വേണം, സ്ഥലം വേണം. ഉടനടി ആശ്വാസം നൽകുന്നതിന് പണമോ വസ്തുക്കളോ രണ്ടും കൂടിയോ നൽകുന്നതിനുള്ള പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കണം. അടുത്തത്, നിയമത്തിലെ 4A അധ്യായത്തിലെ വകുപ്പ് 15A ഉപവകുപ്പ് 11 നിർവചിച്ച പ്രകാരം ഇരയാക്കപ്പെട്ടവരുടെയും സാക്ഷികളുടെയും നീതി ലഭിക്കുന്നതിനുള്ള അവകാശങ്ങളും അർഹതകളും പറ്റി അറിവ് ലഭിക്കത്തക്ക വിധം ഉചിതമായ പദ്ധതികൾ നടപ്പാക്കണം. എന്തുവാ ഇവിടെ പറഞ്ഞേക്കുന്നത്? SC/ST ആക്ടിനെ കുറിച്ച് ബോധവൽക്കരണ പ്രക്രിയ നടത്തണമെന്നാണ് ഈ പറഞ്ഞേക്കുന്നത്. എന്താണ്? നിയമത്തിലെ 4A, നമ്മൾ ഈ നിയമം പഠിക്കുന്ന അന്നേരം മുതൽ പറയുകയാണ് 4A പഠിക്കണം. 4A അധ്യായത്തിലും 15A പെടുന്ന ഉപവകുപ്പും 11 നിർവചിച്ച പ്രകാരം ഇരകളുടെയും സാക്ഷികളുടെയും ലഭിക്കുന്നതിനുള്ള അവകാശങ്ങളെപ്പറ്റിയും അർഹതകളെപ്പറ്റിയും അറിവ് ലഭിക്കുന്നതിന് വേണ്ടി ഉചിതമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കണം. എന്താണ് പറഞ്ഞത്? പട്ടികജാതി വർഗ പീഡന നിരോധന നിയമപ്രകാരം എന്തൊക്കെ അവകാശങ്ങളുണ്ട്, അതൊക്കെ എവിടുന്ന് കിട്ടും എന്ന അറിവ് ലഭിക്കുന്നതിന് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കണോ? നാളിതുവരെ ആയിട്ടും 1989 മുതൽ ഈ നിയമം ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന് വേണ്ടി സർക്കാർ ബഡ്ജറ്റിൽ പണം നീക്കി വെക്കുന്നുണ്ട്. അതെങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയത്തില്ല, ആരും അത് അന്വേഷിക്കാറുമില്ല. ഓക്കെ, ബഡ്ജറ്റൊന്നും നമ്മുടെ പ്രശ്നമല്ലല്ലോ. നമുക്ക് അംബേദ്കറിസമാണോ കമ്മ്യൂണിസമാണോ വരുന്നത്, അംബേദ്കറിസത്തിനകത്താണോ കമ്മ്യൂണിസം അതോ പുറത്താണോ, ഇതൊക്കെയാണല്ലോ നമ്മുടെ പ്രശ്നം. അടുത്ത B, കാർഷിക ഭൂമിയും വീട് വയ്ക്കുന്നതിനുള്ള സ്ഥലവും അനുവദിക്കണം. കാർഷിക ഭൂമി അനുവദിച്ചു കൊടുക്കണം, വീട് നഷ്ടപ്പെട്ടു പോയെങ്കിൽ വീട് വെക്കാൻ സ്ഥലം അനുവദിച്ചു കൊടുക്കണം, പുനരുദ്ധാരണ പദ്ധതികൾ തയ്യാറാക്കണം, ഇരയാക്കപ്പെട്ടവരുടെ ആശ്രിതർക്കോ അല്ലെങ്കിൽ കുടുംബത്തിന് സർക്കാരിലോ അല്ലെങ്കിൽ സർക്കാർ നടത്തുന്ന സ്ഥാപനങ്ങളിലോ ജോലി നൽകാനുള്ള പദ്ധതി ആവിഷ്കരിക്കണം. എന്താ പറഞ്ഞേ? ഇരയാക്കപ്പെട്ടവരുടെ ആശ്രിതർക്കോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ സർക്കാരിലോ അല്ലെങ്കിൽ സർക്കാർ നടത്തുന്ന സ്ഥാപനത്തിലോ ജോലി നൽകാനുള്ള പദ്ധതി തയ്യാറാക്കണം. SC/ST ആക്ട് പ്രകാരം ഇരയാക്കപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് സർക്കാർ ജോലി നൽകുന്ന പദ്ധതിയും ആവിഷ്കരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം, മധുവിൻ്റെ കുടുംബത്തിൽ സഹോദരിക്കോ ആർക്കോ ജോലി കിട്ടിയെന്ന് കിട്ടും അല്ലേ? സർക്കാർ സൗജന്യം കൊടുത്തതാണ് നിങ്ങളുടെ വിചാരം? സ്നേഹം കൊണ്ട് കൊടുത്തതാ? ഇതാ ഇവിടെ കിടക്കുന്ന പ്രൊവിഷൻ എന്തുവാ? ഇരയാക്കപ്പെട്ടവരുടെ ആശ്രിതർക്കോ അല്ലെങ്കിൽ കുടുംബത്തിന് സർക്കാരിലോ അല്ലെങ്കിൽ സർക്കാർ നടത്തുന്ന സ്ഥാപനങ്ങളിലോ ജോലി നൽകാനുള്ള പദ്ധതി വേണമെന്ന്. അപ്പം നമ്മുടെയൊക്കെ വിചാരം മധുവിൻ്റെ കുടുംബത്തിലുള്ളവർക്ക് ഞങ്ങൾ ജോലി കൊടുത്തില്ലേ എന്നാണ് ചോദിക്കുന്നത്. ജോലി കൊടുക്കാൻ ഔദാര്യമായിട്ട് കൊടുത്തതല്ല, വകുപ്പുണ്ടായിട്ട് കൊടുത്തതാണ്. മനസ്സിലായോ? അടുത്തത്, ഇരയാക്കപ്പെട്ടവരുടെ വിധവകൾക്കും മരണപ്പെട്ടവരുടെ ആശ്രിതർക്കും മക്കൾക്കും അംഗവൈകല്യം സംഭവിച്ചവർക്കും അല്ലെങ്കിൽ വയസ്സായവർക്കും പെൻഷൻ പദ്ധതി നടപ്പാക്കണം.
ഇവിടെ പെൻഷൻ പദ്ധതി ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. പട്ടികജാതി വർഗ പീഡന നിരോധന നിയമപ്രകാരം ഇരകളാക്കപ്പെട്ടവർക്ക്, മരണപ്പെട്ടവർക്ക്, അംഗവൈകല്യം സംഭവിച്ചവർക്ക് നിലവിൽ പെൻഷൻ പദ്ധതി നടപ്പാക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് പെൻഷൻ വേണമെന്ന് പറഞ്ഞ് ആരും അപേക്ഷ കൊടുക്കാൻ പോകുന്നതായി എനിക്കറിയത്തില്ല. അല്ലാതെ ഞാനറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ആരും പറഞ്ഞ് കേട്ടിട്ടില്ല. ഞാൻ പലയിടത്തും ക്ലാസ് എടുക്കാനൊക്കെ പോയിട്ടുള്ളതാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് ആരും ഇത് പറഞ്ഞത് കേട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇരയാക്കപ്പെട്ടവരുടെ വിധവകൾക്ക്, മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക്, മക്കൾക്ക്, അംഗവൈകല്യം സംഭവിച്ചവർക്ക്, വയസ്സായവർക്ക് എന്ത് ചെയ്യണം? പെൻഷൻ പദ്ധതി പട്ടികജാതി വർഗ പീഡന നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ നിർത്തി പെൻഷൻ പദ്ധതി നടപ്പാക്കണം. അപ്പോൾ അതിനകത്ത് വേറെ കുഴപ്പമുണ്ട്. അപ്പോൾ വിധവാ പെൻഷൻ കിട്ടുന്നില്ലേ, വാർദ്ധക്യകാല പെൻഷൻ കിട്ടുന്നില്ലേ, 2 പെൻഷൻ കിട്ടത്തില്ല എന്നൊരു ന്യായമുണ്ട്. 2 പെൻഷൻ അത് സാമൂഹ്യക്ഷേമ പെൻഷൻ, ഇത് SC/ST ആക്ട് പ്രകാരമുള്ള പെൻഷനുമാണ്. അപ്പം 2 പെൻഷൻ എന്ന് പറയുന്ന തടസ്സമില്ല. അതാദ്യം മനസ്സിലാക്കണം. ഓക്കെ, ഇരയാക്കപ്പെട്ടവർക്ക് നിയമാനുസൃതമായ നഷ്ടപരിഹാരം കൊടുക്കണം. ഇരകളുടെ സാമ്പത്തിക അവസ്ഥ ശക്തിപ്പെടുത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കണം. ഇതെല്ലാം ആര് ചെയ്യണം? സംസ്ഥാന സർക്കാർ ചെയ്യണം. അടുത്തത്, ഇരയാക്കപ്പെട്ടവർക്ക് ഇഷ്ടിക അല്ലെങ്കിൽ വെട്ടുകല്ല് കൊണ്ടുള്ള പണിത വീട് നിർമ്മിച്ചു കൊടുക്കാൻ നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കണം. അപ്പോൾ ഇരയാക്കപ്പെട്ടവരുടെ വീട് നഷ്ടപ്പെട്ടു പോയി, ഇഷ്ടിക കൊണ്ടോ വെട്ടുകല്ല് കൊണ്ടോ പുതിയ വീട് പണിത് കൊടുക്കാൻ എന്തുണ്ട്? നിയമം നിർദ്ദേശിക്കുന്നുണ്ട്. ആരോഗ്യ സുരക്ഷ, ആവശ്യ വസ്തുക്കളുടെ വിതരണം, വൈദ്യുതി വിതരണം, കുടിവെള്ളം ആവശ്യത്തിന് ലഭ്യമാക്കൽ, പിന്നെ മരണപ്പെട്ടവരുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യൽ, ദഹിപ്പിക്കൽ സ്ഥലത്തും അനുബന്ധ പ്രവർത്തനങ്ങളും റോഡുകളും പട്ടികജാതി വർഗ വിഭാഗം താമസിക്കുന്ന ഇടങ്ങളിലേക്ക് നിർമ്മിക്കൽ തുടങ്ങിയ മറ്റ് പ്രാഥമിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇക്കൂട്ടത്തിലങ്ങ് പറയാം. പട്ടികജാതി വിഭാഗങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് റോഡ് നിർമ്മിക്കാൻ പദ്ധതി ഉണ്ടാവും. പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും സാധാരണ പട്ടികജാതി ഫണ്ടിൽ നിന്നാണ് ആ പണം എടുക്കുന്നത്. എന്ത് റോഡാ? SC കോളനിക്കുള്ള റോഡാ. ഏത് ഫണ്ടാ? SC ഫണ്ടാ. SC ഫണ്ടിൽ നിന്ന് കോളനിയിലേക്ക് റോഡ് നിർമ്മിക്കാൻ വകുപ്പുണ്ടോ? വകുപ്പില്ല. പിന്നെ ഏത് റോഡാ SC ഫണ്ടിൽ നിന്ന് നിർമ്മിക്കുന്നത്? കോളനിക്ക് അകത്തുള്ള റോഡാ. കോളനിയിലേക്കുള്ള റോഡ് പൊതുഫണ്ടിൽ നിന്ന് ചെയ്യണമെന്നാണ് എവിടെ പറഞ്ഞിട്ടുള്ളത്? ചട്ടത്തിലും നിർദ്ദേശങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ എന്ത് ചെയ്യും? SC ഫണ്ട് എടുത്ത് പൊതു റോഡ് കിട്ടും, കോളനിക്ക് അകത്ത് റോഡ് കാണത്തില്ല. പക്ഷേ ഈ വ്യവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഇതിലിടപെടാൻ ഒരു മനുഷ്യൻ പോലും നിലവിലില്ല. ഓക്കെ, ഞാൻ സാന്ദർഭികവശാൽ ഞാൻ ഈ ബഡ്ജറ്റും കൂടി കൈകാര്യം ചെയ്യുന്നത് കൊണ്ടും പിന്നെ പഞ്ചായത്ത് വിഷയങ്ങളും കുറച്ചറിയാവുന്നതുകൊണ്ടും ഒന്ന് പറഞ്ഞു പോയതാണ്. ആരോഗ്യ സുരക്ഷ, അവശ്യ വസ്തുക്കളുടെ വിതരണം, വൈദ്യുതീകരണം, കുടിവെള്ളം ആവശ്യത്തിന് ലഭ്യമാക്കൽ, മരണപ്പെട്ടവരുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യൽ അല്ലെങ്കിൽ ദഹിപ്പിക്കൽ, സ്ഥലവും അനുബന്ധ റോഡുകളും പട്ടികജാതി വർഗ വിഭാഗങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിലേക്ക് നിർമ്മിക്കൽ തുടങ്ങിയ മറ്റു പ്രാഥമിക സൗകര്യങ്ങളും പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം ഇരയാക്കപ്പെട്ടവർക്ക് നൽകേണ്ടതാണ്. അടുത്തത്, യാദൃച്ഛിക ചെലവ് പദ്ധതികൾ അല്ലെങ്കിൽ അതിൻ്റെ ചുരുക്ക വിവരങ്ങളും പദ്ധതികളുടെ പകർപ്പ് സഹിതം കേന്ദ്ര സർക്കാരിൻ്റെ സാമൂഹ്യ നീതി ശാക്തീകരണവും എന്ന വകുപ്പിൻ്റെ കീഴിൽ ബന്ധപ്പെട്ട വിഭാഗത്തിലേക്കും കൂടാതെ എല്ലാ ജില്ലാ മജിസ്ട്രേറ്റന്മാർക്കും സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റന്മാർക്കും പോലീസ് ഇൻസ്പെക്ടർ ജനറലിനും IGക്കും പോലീസ് സൂപ്രണ്ടന്മാർക്കും അയച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ യാദൃച്ഛിക ചെലവിലുള്ള പദ്ധതികൾ, അതിൻ്റെ വിവരണങ്ങൾ എന്തൊക്കെയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളതെന്ന് ഡിസ്ട്രിക്ട് കളക്ടർക്കും RDOയ്ക്കും
സംസ്ഥാന പോലീസ് മേധാവിക്കും പോലീസ് സൂപ്രണ്ടന്മാർക്കും എന്ന് പറഞ്ഞാൽ ആരാ, ഡിസ്ട്രിക്ട് പോലീസ് ചീഫ്, അദ്ദേഹത്തിനും അയച്ചു കൊടുക്കേണ്ടതാണ്. കാരണം എന്താണ്, സർക്കാർ എടുക്കുന്ന തീരുമാനം എവരിലൂടെയാണ് നടപ്പാക്കുന്നത്. അടുത്തത് 16ാമത്തെ വകുപ്പാണ്. 16ാമത്തെ വകുപ്പ് നമ്മൾ തുടങ്ങിയാൽ ഈ പേജ് കൂടെ അങ്ങ് തീരും. ഓക്കെ, 16ാമത്തെ വകുപ്പും കൂടെ പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. 16ാമത്തെ വകുപ്പ് നമ്മളിപ്പോൾ പറയുന്നത് പട്ടികജാതി വർഗ അതിക്രമം തടയൽ ചട്ടങ്ങൾ 1995 16ാമത്തെ ചട്ടമാണ്. സംസ്ഥാനതല ജാഗ്രതാ വിലയിരുത്തൽ സമിതിയുടെ രൂപീകരണം. ഒരു ജാഗ്രതാ സമിതി രൂപീകരിക്കണം. ജാഗ്രതാ സമിതി എന്താണ് ജാഗ്രതാ സമിതി എന്ന് പറഞ്ഞാൽ, സംസ്ഥാന സർക്കാർ ഒരു ജാഗ്രത അല്ലെങ്കിൽ വിലയിരുത്തൽ സമിതി ഉന്നത അധികാര സമിതിയുടെ 25 അംഗങ്ങളിൽ അധികരിക്കാത്തതും താഴെ പറയുന്ന പ്രകാരം ഒരു സമിതി രൂപീകരിക്കേണ്ടതാണ്. ഈ സമിതി ഉണ്ടോ? സമിതി രാഷ്ട്രീയ നോമിനികൾ മാത്രമാണോ ഉള്ളത്? അവർ പാർട്ടിക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് സിന്ദാബാ വിളിക്കൽ മാത്രമാണോ ചെയ്യുന്നത് എന്നൊക്കെ പരിശോധിച്ച് നോക്കേണ്ടതുണ്ട് കേട്ടോ. ഒന്ന്, സമിതിയിലെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഭരണകർത്താവ് അധ്യക്ഷനായിട്ടും സംസ്ഥാനങ്ങളിൽ പ്രസിഡന്റിൻ്റെ ഭരണമാണെങ്കിൽ ഗവർണർ അധ്യക്ഷനായിട്ടും ഒരു സമിതി ഉണ്ടാകണം. പ്രസിഡന്റ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സമിതിയുടെ അധ്യക്ഷൻ ഗവർണറായിരിക്കണം. കേന്ദ്രഭരണ പ്രദേശമാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കണം. സംസ്ഥാനങ്ങളിലാണെങ്കിൽ മുഖ്യമന്ത്രി ചെയർമാനായി ഒരു സമിതി ഉണ്ടായിരിക്കണം. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തലവനായ സമിതിയുടെ അവസ്ഥ എന്താ നമുക്കറിയാമല്ലോ. ആഭ്യന്തരമന്ത്രി, ധനകാര്യമന്ത്രി, പട്ടികജാതി വർഗ വിഭാഗങ്ങളുടെ ക്ഷേമത്തിനും പുരോഗതിക്കുമായി പ്രവർത്തിക്കുന്ന വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി അംഗങ്ങളായും, പ്രസിഡന്റ് ഭരണത്തിന് കീഴിലാണെങ്കിൽ ഇവർ ഉപദേശക സമിതിയിലുണ്ടാകും. പ്രസിഡന്റ് ഭരണത്തിലാണെങ്കിൽ ഗവർണറാണ് ഭരണം നടത്തുന്നത്. ഇവർക്ക് സ്വതന്ത്ര ചുമതലയില്ല, ഉപദേശക ചുമതല മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് ആർക്ക്? ആഭ്യന്തരമന്ത്രിക്ക്. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കേരളത്തിൽ ഒന്നാണ്. ധനകാര്യമന്ത്രി, അടുത്തത് പട്ടികജാതി വർഗ വിഭാഗങ്ങളുടെ ക്ഷേമത്തിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന വകുപ്പിൻ്റെ മന്ത്രി എന്നിവർ അതിലെ അംഗങ്ങളായി ഒരു ഉന്നത അധികാര സമിതി രൂപീകരിക്കണം. പാർലമെൻറ്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പട്ടികജാതി വർഗ വിഭാഗത്തിലെ അംഗങ്ങളും ഈ സമിതിയിലെ അംഗങ്ങളാണ്. എന്തു പറഞ്ഞു? എംപിമാർ ഈ സമിതിയിലെ അംഗങ്ങളാണ്. നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 14 MLAമാർ ഈ സമിതിയിലെ അംഗങ്ങളാണ്. അപ്പോൾ ഈ സമിതിയിലെ 14 MLAമാരും അറിഞ്ഞിട്ടാണ് ഈ സമിതി പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ പണം എങ്ങനെ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് ഭരണപക്ഷം മാത്രമല്ല അറിയുന്നത്, പ്രതിപക്ഷവും അറിഞ്ഞിട്ടുണ്ട്. നമ്മളെന്താ പറഞ്ഞേ? പാർലമെൻറ്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പട്ടികജാതി വർഗ വിഭാഗത്തിലെയും അംഗങ്ങൾ ഈ സമിതിയിലെ അംഗങ്ങളാണ്. ഓക്കെ, അടുത്തത് സർക്കാരിൻ്റെ മുഖ്യ സെക്രട്ടറി, അതായത് ചീഫ് സെക്രട്ടറി. ചീഫ് സെക്രട്ടറി എവിടെ ഉള്ളത്? സംസ്ഥാനത്താണ്. പ്രിൻസിപ്പൽ സെക്രട്ടറി എവിടെ ഉള്ളത്? കേന്ദ്രത്തിൽ. പ്രധാനമന്ത്രിയുടെ സെക്രട്ടറി വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി. പ്രിൻസിപ്പൽ സെക്രട്ടറി ഓഫ് PM, പ്രൈം മിനിസ്റ്റർ പ്രിൻസിപ്പൽ സെക്രട്ടറി. അദ്ദേഹം മുതിർന്ന IAS കാരനാകണമെന്ന് മാത്രമല്ല, പാർട്ടിക്ക് ആരായിരിക്കണം? വിധേയനുമായിരിക്കണം. ഇല്ലെങ്കിൽ സീനിയറിറ്റി ഉണ്ടായിട്ടൊന്നും വലിയ കാര്യമൊന്നും. സർക്കാരിൻ്റെ മുഖ്യ സെക്രട്ടറി, ആഭ്യന്തര സെക്രട്ടറി, പോലീസ് ഡയറക്ടർ ജനറൽ, ഡെപ്യൂട്ടി ഡയറക്ടർ, പട്ടികജാതി നാഷണൽ കമ്മീഷൻ, പട്ടികജാതി നാഷണൽ കമ്മീഷണർ തുടങ്ങിയവർ ഇതിൽ അംഗങ്ങളായിരിക്കും. ആരൊക്കെ അംഗങ്ങളാവും? ചീഫ് സെക്രട്ടറി അംഗമാണ്, ആഭ്യന്തര സെക്രട്ടറി അംഗമാണ്, പോലീസ് ഡയറക്ടർ ജനറൽ അംഗമാണ്, ഡെപ്യൂട്ടി ഡയറക്ടർ അംഗമാണ്. ആരുടെ? പോലീസിൻ്റെ. പട്ടികജാതി നാഷണൽ കമ്മീഷൻ, ദേശീയ തലത്തിലുള്ള കമ്മീഷൻ ഉണ്ട് കേട്ടോ പട്ടികജാതി വകുപ്പിന്.
പട്ടികവർഗ നാഷണൽ കമ്മീഷൻ തുടങ്ങിയവർ അംഗങ്ങളാണ്. കേന്ദ്രത്തിൽ ആദ്യമായി പട്ടികജാതി ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയ പ്രധാനമന്ത്രി ഏതാണെന്നറിയാമോ? അത് അടൽ ബിഹാരി വാജ്പേയിയാണ് കേട്ടോ. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നി ഞാൻ RSSകാരനാണ്. ഞാൻ RSSും BJP ഒന്നും അല്ല കേട്ടോ. അതിനു മുമ്പേ കേന്ദ്രം പലരും ഭരിച്ചിട്ടുണ്ട്, പട്ടികജാതി വകുപ്പുണ്ടായിട്ടില്ല. പട്ടികജാതി നാഷണൽ കമ്മീഷൻ തുടങ്ങിയവർ അംഗങ്ങളായിരിക്കും. പട്ടികജാതി വർഗ ക്ഷേമവും വികസനവും വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന സെക്രട്ടറി ഇതിൻ്റെ കൺവീനറായിരിക്കും. പട്ടികജാതി വകുപ്പിൻ്റെ സെക്രട്ടറിയും ഇതിൻ്റെ അംഗമാണ്. ആരൊക്കെ അംഗമാണ്? ആഭ്യന്തരമന്ത്രി അംഗമാണ്, ധനകാര്യമന്ത്രി അംഗമാണ്, പട്ടികജാതി വകുപ്പ് വിഭാഗങ്ങളുടെ ക്ഷേമത്തിൻ്റെ മന്ത്രി അംഗമാണ്, പിന്നെ പാർലമെൻറ്റിലെ MP-യും നിയമസഭയിലെ അംഗങ്ങളും അംഗമാണ്. അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറി, ആഭ്യന്തര സെക്രട്ടറി, പോലീസ് ഡയറക്ടർ ജനറൽ, പോലീസിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ, പട്ടികജാതി നാഷണൽ കമ്മീഷൻ, പട്ടികജാതി വകുപ്പിൻ്റെ സംസ്ഥാന കമ്മീഷൻ, പട്ടികജാതിയുടെ സംസ്ഥാന കമ്മീഷൻ എന്നിവർ ഇതിന് അംഗമാണ്. പട്ടികവർഗ വികസനവും ക്ഷേമത്തിൻ്റെയും ചുമതല വഹിക്കുന്ന സെക്രട്ടറി ഇതിൻ്റെ കൺവീനറായിരിക്കും. അടുത്തത്, ഉന്നതതല ജാഗ്രതാ വിലയിരുത്തൽ കമ്മിറ്റി ഒരു വർഷത്തിൽ ജനുവരിയിലും ജൂലൈ മാസത്തിലും ചുരുങ്ങിയ 2 പ്രാവശ്യമെങ്കിലും നിയമസഭയിൽ വകുപ്പ് പ്രകാരമോ ബന്ധപ്പെട്ട പദ്ധതികളെ നടപ്പാക്കൽ വിലയിരുത്തുന്ന ഇരകൾക്കും സാക്ഷികൾക്കും നിയമത്തിൻ്റെ 4A 15A വകുപ്പ് പ്രകാരം എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചു എന്ന് റിപ്പോർട്ട് മേശപ്പുറത്ത് വെക്കേണ്ടതാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വർഷത്തിൽ 2 തവണ പട്ടികജാതി വർഗ പീഡന നിരോധന നിയമപ്രകാരം ഇരയാക്കപ്പെട്ടവർക്ക് എന്തെല്ലാം ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് കാണിക്കുന്ന ഒരു റിപ്പോർട്ട് എന്തു ചെയ്യണം? മേശപ്പുറത്ത് വെക്കുകയും ചർച്ച ചെയ്യുകയും വേണം. അതുകൊണ്ടാണ് പത്രത്തിലൊക്കെ അടിച്ചു വരുന്നത് പട്ടികജാതിക്കാരുടെ അതിക്രമം കുറഞ്ഞു. എന്ത് കുറഞ്ഞു? FIR ഇട്ടില്ല, അതുകൊണ്ട് അതിക്രമം കുറഞ്ഞു. അതിക്രമം കൂടി. എന്ത് ചെയ്തു? ചിലതിലെല്ലാം FIR ഇട്ടു, അപ്പോൾ അതിക്രമം കൂടി. ഇരകൾക്ക് ഇത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ ഇത്ര കോടി രൂപ ഞങ്ങൾ സാമ്പത്തിക ധനസഹായം അനുവദിച്ചു. ഇങ്ങനെയൊക്കെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ പറയുന്നതും 6 മാസം കൂടുമ്പോൾ ഇങ്ങനെയൊക്കെ പത്രത്തിൽ വാർത്ത വരുന്നതും പത്രം ധർമ്മം പാലിക്കുന്നത് കൊണ്ടൊന്നും അല്ല കേട്ടോ. ഇതിവിടെ വകുപ്പുണ്ടായതുകൊണ്ടാണ്. ഏത് വകുപ്പുണ്ടായതുകൊണ്ടാണ്? 6 മാസത്തിലൊരിക്കൽ വിലയിരുത്തലുണ്ടാകണം എന്നതിനെക്കുറിച്ച്. അടുത്തത്, ഇരകളുടെയും സാക്ഷികളുടെയും നീതി ലഭ്യമാക്കുന്നതിനുള്ള അവകാശവും അവബോധവും മറ്റാശ്വാസ പുനരധിവാസ പദ്ധതികളും ലഭിക്കാൻ അർഹതമായതിനെക്കുറിച്ച് നിയമത്തിൻ്റെ കീഴിലെ കേസ് നടത്തിപ്പിനെക്കുറിച്ചും പല ഓഫീസർമാരുടെയും ചുമതലകളും നിയമാനുസരണം ചുമതലപ്പെടുത്തിയ മറ്റ് സംഘടനകളുടെ പ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാർ നൽകിയതും അത് നോഡൽ പ്രത്യേക ഓഫീസർമാർക്ക് നൽകിയ റിപ്പോർട്ട് വിളിച്ചു വരുത്തി വിശകലനം ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ പട്ടികജാതി വകുപ്പിൻ്റെ കേസ് നടക്കുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ അടക്കമുള്ളവരുടെ റിപ്പോർട്ടുകൾ വിളിച്ചു വരുത്തി ചർച്ച ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടതാണ് എന്നാണ് എവിടെ പറഞ്ഞത്? 16ാമത്തെ സംസ്ഥാനതല ജാഗ്രതാ വിലയിരുത്തൽ സമിതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പട്ടികജാതി വർഗ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ പ്രദേശത്തൊരു പ്രശ്നം വന്നാൽ ഇതൊക്കെ നടപ്പാക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നടപ്പാക്കുന്നില്ലെങ്കിൽ നടപ്പാക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഓക്കെ, ഇന്ന് നമ്മുടെ ക്ലാസ് 10 മണി വരെ ആയിരുന്നു. 10:05 ഇന്ന് ക്ലാസ് നമ്മൾ നിർത്തുകയാണ് തൽക്കാലം. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കമൻറ്റ് ചെയ്യൂ. ഗ്രൂപ്പിലും കമൻറ്റ് ചെയ്താൽ അതിന് മറുപടി തരുന്നതായിരിക്കും. ഗ്രൂപ്പിൽ ഒരാൾ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് പോലീസ് പട്ടികജാതി